പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാജ്യത്തിന് അഭിമാന മുഹൂർത്തം, ലക്ഷ്യത്തിലെത്തി ആദിത്യ. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. 4 മാസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ ആദിത്യ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ ആദിത്യയുടെ വിജയം പങ്കുവച്ചത്. 5 വർഷവും 2 മാസവും നീളുന്ന സൗരപഠനമാണ് ആദിത്യയുടെ ദൗത്യം. സൂര്യനെക്കുറിച്ചറിയാനുള്ള ശാസ്ത്രലോകത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെ ഹാലോ ഓർബിറ്റിൽ ആദിത്യ എത്തി. സൂര്യനെക്കുറിച്ചും ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചുമുള്ള കൗതുകങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആദിത്യ കണ്ടെത്തും. പേടകത്തിലുള്ള 7-ൽ 4 പേലോഡുകളും സൂര്യനെക്കുറിച്ച് നേരിട്ട് പഠിക്കും. ബാക്കിയുള്ള 3 ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചാണ് പഠനം നടത്തുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. പിന്നീട് 4 തവണകളിൽ ഭ്രമണപഥമുയർത്തി 5ാം ഘട്ടത്തിൽ ഭൂമിയുടെ പാത വിട്ട ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യന്റെ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോണയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ലഗ്രാഞ്ച് 1 പോയിന്റിൽ നിന്ന് തടസ്സങ്ങളില്ലാതെ ആദിത്യയ്ക്ക് സൂര്യനെ പഠിക്കാനാകും. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ഉള്ളത്. 24 ചെന്നൈ. വണ്ടിപ്പെരിയാർ കേസിൽ വീണ്ടും ക്രൂരത. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പാൽരാജ് പോലീസിന്റെ പിടിയിൽ. കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരനാണ് പാൽരാജ്. ഇയാളെ സംരക്ഷിക്കാൻ CPIM ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ചാണ് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും കാലിനും കുത്തേറ്റ ഇരുവരെയും നാട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് ഈ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പീരുമേട് നിന്ന് പോലീസ് പിടികൂടി. ഇയാൾ CPIMന്റെ പാർട്ടി ഓഫീസിൽ കയറിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. കുത്തേറ്റ് കഴിഞ്ഞാൽ നേരെ ആള് ഓടിപ്പോയി നേരെ CPIMന്റെ ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ എഴുതാൻ പോയേക്കുന്നത്. കുട്ടിയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യുപിയിൽ നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ. പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. മകളെ മാപ്പ് എന്ന പേരിൽ വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് നാളെ സ്ത്രീജ്വാല സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 ഇടുക്കി. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോഴും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റും. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് CPIM നേതാവ് MM മണി രംഗത്തെത്തി. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരുമുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി MM മണി MLA. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന 4ാം തരത്തിലെ 5ാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം.
ഇഡിക്കെതിരായ അക്രമങ്ങളിൽ ബംഗാൾ കലുഷിതം. പശ്ചിമബംഗാൾ റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് ഇഡിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഭരണഘടനാപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഗവർണർ CV ആനന്ദബോസ് പ്രതികരിച്ചു. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി സംഘത്തെയാണ് നാട്ടുകാർ മർദ്ദിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കി. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പരിശോധനയ്ക്കായി ഇഡിക്കൊപ്പം കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സർക്കാർ അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദബോസ് പ്രതികരിച്ചു. The ghastly incident reported from Sandeshkhadi in North 24 Parganas district is alarming, is deplorable, to say the least. It is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിൽ പശ്ചിമ ബംഗാൾ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ബംഗാളിൽ ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് കോൺഗ്രസും BJPയും. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രപതി ഭരണം വേണമെന്ന ബംഗാൾ PCCയുടെ ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളി. ഇഡി ഉദ്യോഗസ്ഥർ തെരുവിൽ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് BJPയും കോൺഗ്രസും. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. लेकिन BJP पार्टी वो भी चुप्पी साधे हैं, कुछ करने की उनका भी हिम्मत नहीं है, क्योंकि वो जानते हैं कि यहाँ आम लोगों के सामने भाषण देना आसान होते हैं, लेकिन मोदी जी को समझाना मुश्किल है, क्योंकि दीदी और मोदी जी के बाद भी अंदर की बात क्या होते हैं ना आम लोगों की पता चलते, ना हमें ना आपको पता चलते. രാഷ്ട്രപതി ഭരണം കോൺഗ്രസിന്റെ ദേശീയ നയമല്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി തള്ളി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തൃണമൂലിനെതിരായ നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം മയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ആശങ്ക രേഖപ്പെടുത്തിയ BJP കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 24 ഡൽഹി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധിക വിഭവ സമാഹരണത്തിന് മാർഗം തേടി സംസ്ഥാന സർക്കാർ. ഇതിനുള്ള മേഖലകൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അടുത്ത ബജറ്റിന് മുന്നോടിയായി വിഭവ സമാഹരണത്തിനുള്ള മേഖലകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അവസാന പാദത്തിലും കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം 5600 കോടി വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും കേന്ദ്രവിഹിതം വൻതോതിൽ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. GST നടപ്പാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്ന് ഇതിനായി പുറത്തിറക്കിയ ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നു. സാമൂഹിക മേഖലകളിൽ ചിലവ് കൂടുതലാണ്. അടുത്ത ബജറ്റിലേക്കുള്ള തുക കണ്ടെത്താൻ അധിക വിഭവ സമാഹരണമല്ലാതെ മറ്റു മാർഗമില്ല. ഈ സാഹചര്യത്തിലാണ് വിഭവ സമാഹരണത്തിനായി ധനമന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ 14 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ CP ചന്ദ്രശേഖർ, ഡോക്ടർ ഇന്ദിര രാജാരാമൻ, ഡോക്ടർ പിനാക്കി ചക്രബർത്തി, ഡോക്ടർ അമിഷ ഗോയൽ തുടങ്ങിയ ദേശീയ തലത്തിലെ സാമ്പത്തിക വിദഗ്ധരും ഇതിൽ അംഗങ്ങളാണ്. ഇതിനിടെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലും കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. കേരളം ആവശ്യപ്പെട്ട 7437.61 കോടിയിൽ 1838 കോടി മാത്രമാണ് അനുവദിച്ചത്. ഇതോടെ സംസ്ഥാനത്തിന്റെ അവസാന പാദ പ്രവർത്തനങ്ങൾ വർഷാന്ത്യ ചെലവുകളും അവതാളത്തിലാകും. 24 തിരുവനന്തപുരം. കൊല്ലത്ത് കലക്കൻ കലോത്സവം.
കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ കുതിപ്പ് തുടരുകയാണ്. 587 പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനത്തുള്ള കണ്ണൂരിന്റെ മുന്നേറ്റം. മൂന്നാം ദിനമായി ഇന്ന് വലിയ തിരക്കാണ് കലോത്സവ നഗരിയിൽ അനുഭവപ്പെട്ടത്. കലോത്സവ വേദിയിൽ നിന്ന് സലീം മാലിക് ചേരുന്നുണ്ട് നമുക്കൊപ്പം. സലീം, വലിയ ആവേശത്തോടുകൂടി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മൂന്നാം ദിനത്തിലും വാശിയേറിയ പോരാട്ടം, സ്വർണ്ണക്കപ്പിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം, ജനപ്രിയ ഇനങ്ങൾ ഇന്നും അരങ്ങിലുണ്ടായിരുന്നു. കാണികളുടെ വലിയ തിരക്ക് നമ്മൾ കണ്ടു. പരാതികളൊന്നുമില്ലാതെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ സലീം? റീജിത്ത്, പരാതികളൊന്നുമില്ലാതെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പരമാവധി മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരാതികളുടെ എണ്ണത്തിൽ, അപ്പീലിന്റെ എണ്ണത്തിലൊക്കെ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് പ്രധാനമായും വിവിധ ഗ്ലാമർ ഇനങ്ങൾ പല വേദികളിലായി അരങ്ങേറിയിരുന്നു. ചെണ്ടമേളവും മോണോ ആക്റ്റും മിമിക്രിയും ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ, ഇന്ന് കലാപ്രകടനങ്ങൾക്ക് ഇന്ന് കൊല്ലം കലോത്സവ വേദി സാക്ഷിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാത്രമല്ല അതിലെ ഈ പോയിന്റ് പട്ടികയിലെ കണ്ണൂരിന്റെ ഒരു കുതിപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാര്യം ഇഞ്ചോടിഞ്ചി എന്ന നിലയിൽ കണ്ണൂരിന് വ്യക്തമായ ഒരു ലീഡിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 587 പോയിന്റാണ് ഒന്നാം സ്ഥാനത്തുള്ള കണ്ണൂരിനുള്ളത്. രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് 572 പോയിന്റുമായി ഉണ്ട്. 570 പോയിന്റോടെ പാലക്കാട് മൂന്നാമതും, 557 പോയിന്റോടെ തൃശൂർ നാലാമതും, 553 പോയിന്റോടെ കൊല്ലം, ആതിഥേയരായ കൊല്ലം അഞ്ചാമതും എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പോയിന്റ് നില. ആ നിലയിൽ എന്തായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. കണ്ണൂരിന്റെ ഒരു വ്യക്തമായ മുന്നേറ്റം ഉണ്ടെങ്കിലും മാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് ഈ വിശാലമായി പരന്നു കിടക്കുന്ന ആശ്രാമം മൈതാനത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യക്കടലാക്കിക്കൊണ്ട് അത് കലോത്സവത്തെ കൊല്ലം ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ ഇപ്പോൾ കാണുകയാണ്. കാര്യം അത്രമാത്രം ജനക്കൂട്ടം ഇവിടേക്ക് ജനനിബിഡമായി മാറുന്ന ഒരു ആശ്രാമത്തെ കാണാൻ കഴിയും നമുക്ക്. ആ നിലയിലേക്ക് നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. അത്ര വലിയ ആവേശം ഇവിടെ ഉണ്ട്. അത് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മത്സരങ്ങൾ, അത് പ്രകടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അതിലെ പങ്കാളിത്തത്തിൽ കൂടി ആ ആവേശം നിസ്സംശയം കാണാൻ കഴിയും. എന്തായാലും അവസാന ദിവസം വരെയും ഇതിലെ സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ അത് വലിയ ഒരു കൗതുകം എന്ന നിലയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക സൂചിപ്പിക്കുന്നത്. റീജിത്ത്, ശരി. കലോത്സവ നഗരിയിൽ നിന്ന് സലീം മാലിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പോയിന്റ് നില, അതിന്റെ വിശദാംശങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും, വാർത്തകളിലേക്ക് വീണ്ടും. തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും EDയുടെ സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യ സമൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്നും രാഷ്ട്രീയ നീക്കമെന്നും തോമസ് ഐസക് 24-നോട് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള സമൻസ് അയക്കരുതെന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1.5 വർഷം മുൻപ് നൽകിയ സമൻസ് ED പിൻവലിച്ചു. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് പുതിയ സമൻസ്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണ സംഘം പുതിയ സമൻസ് നൽകിയത്. ED സമൻസ് ലഭിച്ചുവെന്നും 1.5 വർഷമെടുത്ത് അന്വേഷണ വിഷയം തീരുമാനിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. ലഭിച്ചു. ഇന്ന് നോക്കുമ്പോ മെയിലിൽ വന്നിട്ടുണ്ട്. അതിന്റെ സൗകര്യം നോക്കിയിട്ട് പങ്കെടുക്കും. നമുക്ക് ഭയങ്കര തിരക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് 21-ാം തീയതി വരെ അതിന്റെ തിരക്കുകൾ നടക്കുക. പിന്നെ വക്കീലന്മാരുടെ ആലോചിക്കണല്ലോ എന്ത് എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. കിഫ്ബി CEO KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി തോമസ് എന്നിവർക്ക് പിന്നീട് സമൻസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മസാല ബോണ്ട് വഴിയാണ് കിഫ്ബി വിദേശത്ത് നിന്നും 2500 കോടി രൂപ സമാഹരിച്ചത്. ഇതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്നും അതിന് തെളിവുകളുണ്ടെന്നുമാണ് EDയുടെ ആരോപണം. തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ED. S. ശ്യാംകുമാർ, 24, കൊച്ചി. CPIMനെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ. കായംകുളത്ത് 2001-ൽ താൻ തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് G. സുധാകരൻ തുറന്നടിച്ചു. മനസ്സിൽ ഒന്ന് കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കഠാര ഒളിപ്പിച്ച് കുത്തുകയും ചെയ്യുന്നതാണ് ചിലരുടെ ശൈലി. ഇടതുപക്ഷമെന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും G. സുധാകരൻ പറഞ്ഞു. സർക്കാരും CPIMും കടുത്ത വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് വീണ്ടും പരസ്യ പ്രതികരണവുമായി G. സുധാകരൻ രംഗത്തെത്തുന്നത്. കായംകുളത്ത് 2001-ലെ തെരഞ്ഞെടുപ്പിൽ MM ഹസനുമായുള്ള മത്സരം തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും G. സുധാകരന്റെ പരിഹാസം. എല്ലാവരും വാരുന്നല്ല, അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന ഒരു കുറച്ചാളിവിടെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്.
ഞാനും അനുഭവിച്ചതല്ലേ. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ട് വാഹനം കിട്ടിയില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു. മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിനിടയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ച് കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ജി സുധാകരൻ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കടാര ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കുത്തുക. ഇതൊന്നും ശരിയല്ല. കായംകുളത്ത് സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണ പ്രസംഗത്തിനിടെയാണ് ജി സുധാകരന്റെ വെളിപ്പെടുത്തലും വിമർശനവും. പ്രായപരിധി കടന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 24 ആലപ്പുഴ. പോലീസിനെതിരായ വിജിൻ MLA പരാതിയിൽ കണ്ണൂർ ടൗൺ SIക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ ACP ആണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. SI പ്രകോപനപരമായി ഇടപെട്ടത് അനാവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമായിട്ടും മാർച്ച് എത്തുമ്പോൾ ഗേറ്റിൽ സമരക്കാരെ തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. KGNA മാർച്ചിൽ സുരക്ഷയൊരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തി. കെ മുരളീധരന്റെ തുറന്നുപറച്ചിലിൽ നേതൃത്വം വെട്ടിൽ. വാർത്തയിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് വീണ്ടും. കെ മുരളീധരന്റെ തുറന്നുപറച്ചിലിൽ നേതൃത്വം വെട്ടിൽ. കോൺഗ്രസിൽ കൂടിയാലോചനയില്ലെന്ന കെ മുരളീധരന്റെ വിമർശനത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിയിൽ ചർച്ച വേണമെന്ന് കെ മുരളീധരനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. എന്നാൽ പാർട്ടിയിലും UDFലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഇതിനിടെ തൃക്കാക്കരയിലെ പ്രവർത്തനങ്ങളിൽ അവഗണനയെന്നാരോപിച്ച് എറണാകുളം DCC നേതൃത്വത്തിനെതിരെ ഉമാ തോമസ് MLA KPCCക്ക് പരാതി നൽകി. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലാണ് കെ മുരളീധരൻ MP പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. കോൺഗ്രസിനകത്ത് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും. പാർട്ടിയിൽ ചർച്ച വേണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് രമേശ് ചെന്നിത്തല. അല്ല, പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കെ മുരളീധരന്റേത് പോസിറ്റീവ് വിമർശനമാണെന്നും ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണെന്നും തിരുവഞ്ചൂരും പ്രതികരിച്ചു. അതൊരു പോസിറ്റീവ് വിമർശനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടിയാലോചന വേണം എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയിലെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സാധാരണ നടക്കുന്നതുമാണ്. ഞാൻ അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മുതിർന്ന നേതാക്കളെ തള്ളുകയാണ് VD സതീശൻ. അല്ലാതെ ഈ KPCC പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് KPCC യോഗം നടക്കാതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് 2 പ്രാവശ്യം നടത്തിയത്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. എറണാകുളം DCC നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഉമാ തോമസ് MLA പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് കണ്ടറിയാം. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തട്ടം പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുഖത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ പരാതിക്കാരി VP സുഹറയ്ക്കെതിരെ സമസ്ത. ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്ന സ്ത്രീകളെ സുഹറ വെല്ലുവിളിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സമസ്ത. പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ, സുബ്രഹ്മണ്യം, പത്തനംതിട്ട സ്വദേശി ഹാരിസ്, ബന്ധു നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി സുധീഷാണ് മരിച്ചത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. സഭയെ എതിർത്ത് ശബ്ദ സന്ദേശം അയച്ച ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് വിശദീകരണം ചോദിച്ച് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. പരസ്യ പ്രതികരണം പാടില്ലെന്ന് കൽപ്പന വന്നിട്ടും വീണ്ടും പ്രകോപനപരമായി ശബ്ദ സന്ദേശം അയച്ചതിലാണ് വിശദീകരണം തേടിയത്. അൽ മുക്താദിർ ഗ്രൂപ്പ് ജ്വല്ലറീസിൽ സ്വർണ്ണ നാണയ പദ്ധതിക്ക് തുടക്കമായി. അൽ ഫത്ത് എന്ന് പേരിട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ലോഞ്ച് അൽ മുക്താദിർ ഇടപ്പള്ളി ഷോറൂമിൽ അൽ മുക്താദിർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം പുറത്തിറക്കി. ഇരട്ടി സ്വർണം പദ്ധതിയുടെ വിജയികൾക്ക് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് 24മായി ശേഖരിച്ച് 40 സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ മംഗളകരമായ ഈ ചടങ്ങിൽ അതിന് 24 ചാനൽ നൽകിയിരിക്കുന്ന പ്രാധാന്യത്തിന് ആദ്യമായി ഞാൻ അവരെ
അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ തലമുറകൾക്ക് ഒരു സുരക്ഷിതവും കാലാകാലം സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഒരു സമ്മാനം, സ്വർണത്തിൽ ഒരു നാണയം അവർക്ക് ഈ വിദ്യാർത്ഥികളുടെ വിന്നേഴ്സിന് ഞങ്ങളും 24 ചാനലും ചേർന്നുകൊണ്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. പ്രേക്ഷകർക്കൊപ്പം ഗൂഗിൾ രവി എത്തും. നമസ്കാരം.